നമസ്കാരം. ഗ്രോ ആൻഡ് ബ്ലൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് മഴയൊക്കെ ആയിരുന്നു അങ്ങനെ ഇരുന്ന് പോയതാണ്. ഇന്നിപ്പോൾ ഞാൻ വന്നേക്കുന്നത് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റിനൊക്കെ ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്ന് വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ കുറച്ച് ചെടികൾ എനിക്ക് അങ്ങനെ വന്ന് പോയി, കുറച്ച് പോയില്ല, അത് മനസ്സിലാക്കിയത് കൊണ്ട് അത് അതിന് വേണ്ട മരുന്നൊക്കെ കൊടുത്ത് അത് ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്നുള്ളത് നമുക്ക് കാണാം. അത് കൂടുതലും ഇങ്ങനെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാൻ കാരണം കൂടുതൽ വെള്ളം കെട്ടി നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ വെള്ളം ഒട്ടും ഇല്ലാതെ ഡ്രൈ ആയി പോകുമ്പോഴോ, അങ്ങനെ കൂടുതലും വരുന്നത് കൂടുതലും വെള്ളം കെട്ടി നിൽക്കുമ്പോഴൊക്കെയാണ് ഇങ്ങനെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്നത്. വെള്ളം കെട്ടിയുന്ന അതിൻ്റെ റൂട്ടിനൊക്കെ പ്രശ്നം വരും. ഇത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലീഫൊക്കെ, താഴെയുള്ള ലീഫൊക്കെ, ഇത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ല, മഴ വന്നിട്ടുള്ള ഒരു ഇതാണ്. ലീഫൊക്കെ മഞ്ഞ കളറായിട്ട് പോകും. ഇത് താഴെയുള്ള ഒരു 3-4 ലീഫ് മഞ്ഞ കളറായിട്ട് പോകും. അപ്പം നമ്മൾ മഞ്ഞ കളറായി വരുമ്പോഴേ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് പൊഴിഞ്ഞു പോകാറായ ഇലയാണെങ്കിൽ കുഴപ്പമില്ല. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ വരുന്ന ഇല ഇതിങ്ങനെ മോയിസ്റ്റായിട്ടിരിക്കും. സാധാരണ അങ്ങനെ ഉണങ്ങിപ്പോകണമെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുക. ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ടൊരു ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഇങ്ങനെ ശബ്ദം കേൾക്കും. ഇത് ഇൻഫെക്ഷൻ വന്നിട്ടുള്ളതല്ല, ഇല മൂത്തിട്ട് ഉണങ്ങിപ്പോകുന്നതാണ്. അതേസമയം ഇൻഫെക്ഷൻ ഉണ്ട് എങ്കിൽ ആ ഇല ഇങ്ങനെ ഒരു മോയിസ്റ്റായിട്ടിരിക്കുക, അങ്ങനെ ഉണങ്ങി വന്നേക്കുന്ന ഭാഗം മോയിസ്റ്റായിട്ടിരിക്കും. അപ്പോൾ നമുക്കതിൽ നിന്ന് അങ്ങനെയാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ പ്രശ്നമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഉണങ്ങിയിട്ട് ഇതേപോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ അതിനകത്തുള്ള അപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഇല ഉണങ്ങി വരുമ്പോൾ ഫുള്ളായിട്ട് ഉണങ്ങില്ല, ഒരു സൈഡൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണങ്ങി വന്നിട്ട് അങ്ങനെ ഇരിക്കും. പിന്നെ ഈ ഉണങ്ങിയ ഭാഗം ചെറുതായിട്ടിങ്ങനെ മോയിസ്റ്റായിട്ടിരിക്കും. അതാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷനാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇല്ലായെങ്കിൽ മൂത്ത് ഉണങ്ങി പോകുന്നതാണെങ്കിൽ ഫുള്ളായിട്ട് അങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു ശബ്ദം ഉണ്ടാവും ഉണങ്ങിയ. ഇതങ്ങനെയല്ല, നനവോട് കൂടിയാണ് ഇരിക്കുക. അത് ഇവിടെയൊക്കെ അതേപോലെയാണ് ഇരിക്കുന്നത്. ഇത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ വരുന്ന ഇലകൾ മുഴുവൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. ലീഫ് എല്ലാം കട്ട് ചെയ്ത് മാറ്റണം. അത് കഴിഞ്ഞ് ഒരു മരുന്നുണ്ട്, ഇതിന് ഒരു പെസ്റ്റിസൈഡ് ഉണ്ട് ഒഴിക്കാനായിട്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അങ്ങനെ എല്ലാം അങ്ങനെ കട്ട് ചെയ്ത് കളയണം. അപ്പം ഞാൻ ഈ പെസ്റ്റിസൈഡാണ് ഇതിൻ്റെ ബാക്ടീരിയൽ ഇൻഫെക്ഷന് യൂസ് ചെയ്യുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടാണ് എനിക്ക് തോന്നണത്. ആദ്യം നമ്മൾ ചെറിയ രീതിയിൽ സാഫൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് ചെയ്യുമ്പോൾ ഏത് ഇതായാലും ചെയ്യുമ്പോൾ ഇലയുടെ മുകളിൽ, പുറം ഭാഗത്ത്, താഴെ സ്റ്റെമ്മിൽ, റൂട്ടിൽ, ഈ പോട്ടി മിക്സിൽ വരെ നമ്മൾ എല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. സാഫ് ചെയ്തിട്ടും ശരിയായില്ല എങ്കിൽ നമ്മൾ പിന്നെ ഉപയോഗിക്കുന്നത്, ഞാൻ ഉപയോഗിച്ചത് ഇതാണ്. ഇത് നമ്മൾ ഉപയോഗിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതൊരു പൗഡറാണ്. ഇതുണ്ട്, ഇതുപോലെ ഒരു പൗഡറാണത്. ഇത് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ. ഇപ്പോൾ ഇത് ഈ ചെറിയ ഭാഗം 1 ഗ്രാമിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ 2 സ്കൂപ്പ് എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ചേർക്കുക. ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പെസ്റ്റിസൈഡാണ്, അതുകൊണ്ട് നമ്മുടെ കയ്യിൽ വിരലിലൊക്കെ പറ്റിയാലും നല്ലതല്ല. അതുകൊണ്ട് അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ചെയ്യേണ്ടത് ഇലയുടെ മുകൾ ഭാഗത്തുനിന്ന് തൊട്ട് മുകളിൽ, താഴെ, ഇതിൻ്റെ സ്റ്റെമ്മിൽ
ഒക്കെ ആയിട്ട് സ്പ്രേ ചെയ്യാം. അതിൻ്റെ ചുവട് ഭാഗം, ഈ പോട്ട്, ഇതിലും എല്ലാം ഒന്ന് സ്പ്രേ ചെയ്യാം. ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരു 3-4 ദിവസം കൂടുമ്പോൾ ഇതേപോലെ നമ്മൾ ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷനുള്ള പ്ലാന്റ് 3-4 ദിവസം കൂടുമ്പോൾ ഇതേപോലെ ഫുള്ളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരു 3-4 പ്രാവശ്യമെങ്കിലും മാക്സിമം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് ഓക്കെ ആവും. പിന്നെ നമ്മളൊന്ന് ഫ്രീ ആയിട്ട് വെക്കുക. അത് കഴിഞ്ഞ് നോക്കുക, ചിലപ്പോൾ അത് പിന്നെ ഓക്കെ ആയിട്ട് വരും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യാം. ഇത് പിന്നെ നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്ക് ഈ മഴക്കാലം ആയതുകൊണ്ട് ഇടയ്ക്കൊന്ന് എല്ലാ പ്ലാന്റിലുമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. ഒന്ന് ഒറ്റ തവണ ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ പോട്ടി മിക്സിലും കൂടി, എല്ലാത്തിൻ്റെ പോട്ടി മിക്സിലും കൂടി ഒന്ന് സ്പ്രേ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, കൂടുതൽ വെള്ളമൊക്കെ ഒഴിക്കാതിരിക്കുക. മഴക്കാലത്ത് വെള്ളം വീഴുന്നിടത്ത്, ഒത്തിരി വീഴുന്നിടത്താണോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെ നോക്കിയാൽ നമുക്ക് കുറേ മാക്സിമം ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാതിരിക്കും. വെള്ളം കെട്ടി നിൽക്കുമ്പോഴാണ് ഇത് കൂടുതലും ഇങ്ങനെ ഇൻഫെക്ഷനൊക്കെ വരുന്നത് പ്ലാന്റിന്. ഇതിനൊക്കെ ഉണ്ടായിരുന്നതാണ്, ഞാനതൊക്കെ ഒന്ന് ഓക്കെ ആക്കിയെടുത്ത. തുടക്കം നമ്മൾ കാണുമ്പോഴേ മഞ്ഞ കളറിൽ 3-4 ലീഫൊക്കെ ഒന്നിച്ചൊരു പ്ലാന്റിൽ കാണുമ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതാണെങ്കിൽ സാഫ് കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് ആദ്യം ഒന്ന് നോക്കുക. തുടക്കമൊക്കെ ആണെങ്കിൽ അത് നമുക്ക് സാഫ് വെച്ച് മാനേജ് ചെയ്യാൻ പറ്റും. അല്ല അത് മാറുന്നില്ല എങ്കിൽ നമ്മൾ ഈ മരുന്ന് തന്നെ യൂസ് ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ. ഇതാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷന് യൂസ് ചെയ്തിട്ട് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ്. അപ്പോൾ ഇത് ഞാൻ പ്ലാന്റോമൈസിൻ എന്നാണ് ഈ പെസ്റ്റിസൈഡിൻ്റെ പേര്. ഇത് ഞാൻ മേടിച്ചത് ആമസോണിൻ്റെ സൈറ്റിൽ നിന്നാണ് മേടിച്ചത്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം, ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ. അപ്പോൾ ഇതെല്ലാവർക്കും, ഇത് എന്തായാലും ഈ സമയത്ത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് ഈ ഒരു കാര്യം. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്തായാലും ഒരു പ്ലാന്റിനെങ്കിലും ഈ മഴക്കാലത്ത് ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വരാതിരിക്കാനും കൂടി നമ്മൾ ഒന്ന് ഇത് കയ്യിലുണ്ടെങ്കിൽ, കൈവശം ഉണ്ടെങ്കിൽ നമ്മൾ ഇതൊന്ന് യൂസ് ചെയ്യണത് നല്ലതായിരിക്കും. അപ്പോൾ ഈ കാര്യം ഞാനിപ്പോൾ പറഞ്ഞ അഗ്ലോണിമയുടെ സംരക്ഷണം നിങ്ങൾക്ക് തൃപ്തിയായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഉപകാരപ്രദമാവും. അപ്പോൾ ഇത് എല്ലാവർക്കും തൃപ്തിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.